ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമുക്കിപ്പോൾ കേട്ടറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫെബ്രുവരി 21, 23 തീയതികളിലായിട്ട് നമ്മുടെ കേട്ടറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഫെബ്രുവരി 21 തീയതി മറ്റൊരു കേട്ടറ്റ് വിജ്ഞാപനം കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ പുതിയ സുപ്രീം കോടതി വിധിയൊക്കെ അനുസരിച്ചിട്ട് കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിതമായിട്ടുള്ള യോഗ്യതയായിട്ട് അധ്യാപകർക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിധി വന്നതിന് ശേഷം ഒരുപാട് അധ്യാപകർ വളരെയധികം ടെൻഷനിലായിരുന്നു. തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ, സർവീസ് നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സർവീസിലിരിക്കുന്ന അധ്യാപകരും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണത്തെ സാധാരണയിലുള്ള ആ കേട്ടറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, അതുവരെ നമുക്കൊരു സ്പെഷ്യൽ കേട്ടറ്റിനെ കുറിച്ച് പരീക്ഷ ഭവന് യാതൊരു മുന്നറിയിപ്പും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരിയുടെ തുടക്കത്തിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കേട്ടറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കേട്ടറ്റ് വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫെബ്രുവരി 21 തീയതിയാണ് അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം പരീക്ഷാ ഭവൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. നമ്മുടെ സൈറ്റിൽ കേട്ടറ്റ് പരീക്ഷ ഭവൻ്റെ സൈറ്റിലാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഫെബ്രുവരി 26 തീയതി മുതൽ മാർച്ച് 7 തീയതി വരെയാണ് ഈ സ്പെഷ്യൽ കേട്ടറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ സ്പെഷ്യൽ കേട്ടറ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണോ? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ ഭവൻ എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ കേട്ടറ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ വരുന്ന കേട്ടറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടറ്റ് എക്സാമാണിത്. അപ്പോൾ ഇവിടെ ഓരോ കാറ്റഗറിയിലേക്കും അപേക്ഷിക്കുവാനായിട്ടുള്ള യോഗ്യതയുടെ വിവരങ്ങൾ, അതേപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടുള്ള ഇതിൽ ആരൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യണം, എന്താണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് അധ്യാപകർ ഓൾറെഡി സർവീസിലിരിക്കുന്ന അധ്യാപകർ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രയലായിട്ട് നിങ്ങൾ കണക്കാക്കുക. ചിലപ്പോൾ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ഈ ഒരു കേട്ടിട്ട് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അതിനൊരു മാർക്ക് അവർ നേടിയെടുത്തിട്ടുണ്ടാവും. അതല്ല ഞങ്ങൾക്ക് പാസ്സാവുമെന്ന് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ സ്പെഷ്യൽ കേട്ടറ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ എക്സാം എന്ത് ചെയ്യുക, ഒരു ട്രയൽ പോലെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി നടത്തുന്ന ഒരു കേട്ടറ്റ് എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കാരണം നമുക്കറിയാലോ, നമ്മുടെ ജോലി എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടഫായിട്ടുള്ള രീതിയിൽ ഹൈ ലെവൽ ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. വളരെ ലിബറലായിട്ട് നടക്കുന്ന ഒരു എക്സാം ആയിരിക്കും എന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർ എന്ത് ചെയ്യുക, സ്പെഷ്യൽ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കൃത്യ ദിവസം, അതായത് ഫെബ്രുവരി 26 തീയതി മുതൽ മാർച്ച് 7 തീയതി വരെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഡേറ്റ്. അപ്പോൾ ആരും മറന്നു പോവാതെ എന്ത് ചെയ്യുക, ആ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നിർദ്ദേശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്, ഏതൊക്കെയാണ് യോഗ്യതയായിട്ട് വരുന്നത്, ഏത് കാറ്റഗറിയാണ് എഴുതാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് നടത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേട്ടറ്റ് എക്സാമിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.